കർത്താവിൻ്റെ മക്കൾക്ക് ചിന്തിക്കുവാനായി പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാനായി ഇനി ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടത് കാക്ക കൊണ്ടുവന്ന അടയും അല്ലെങ്കിൽ ചൂരച്ചയുടെ ചവിട്ടി കിടക്കുമ്പോൾ ദൂതം കൊണ്ടുവന്ന വെള്ളമൊന്നും അല്ല നമുക്കിപ്പോൾ ആവശ്യം. നമുക്കിനി ആവശ്യമെന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ വാക്കുകളാണ്. നമ്മൾക്ക് കർത്താവുമായുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കണം. അത്രയൊക്കെ മനസ്സിലായി? ഹലോ, സ്തോത്രം. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വേദപുസ്തകം വായിച്ചപ്പോൾ ഞാൻ വായിച്ച അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായമാണ് ഞാൻ ഇന്ന് രാവിലെ വായിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് ഇരിക്കണം, ആരും ഉറങ്ങരുത്. കാരണം നല്ല അന്തരീക്ഷമാണ്, ഇച്ചിരി ചൂടും നല്ല കാറ്റും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉറങ്ങാൻ നല്ല അന്തരീക്ഷമാണ്. പക്ഷേ ഉറങ്ങിപ്പോയാൽ കർത്താവിൻ്റെ വചനത്തിലൊരു വാക്യമുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, പരീക്ഷകൻ നിങ്ങളുടെ വാതിൽക്കൽ കിടക്കുന്നതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ അല്പസമയം എന്ത് ചെയ്യുക? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ പുറകിൽ എന്തുണ്ട്? പരീക്ഷകനുണ്ട്. ആ പരീക്ഷയിൽ നിന്ന് അകപ്പെടാതെ, ആ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഉണർന്നിരുന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. വലിയ ആവേശമൊന്നും കാണില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 16-ാം അധ്യായം മുഴുവനും വായിക്കേണ്ട ഒരു അധ്യായമാണ്. എന്നാൽ അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഞാൻ കള്ളനെ പോലെ വരും, നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ച് കൊള്ളുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനകത്ത് നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ദൂത് കിടപ്പുണ്ടോ എന്ന്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായും നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാതെ ഇന്ന് രാവിലെ എന്ത് ചെയ്യത്തില്ല? വിടത്തില്ല. ഉറപ്പുള്ളത്ര പേരുണ്ട്? ഹല്ലേലൂയ. എല്ലാ വചനത്തിനകത്തും ശക്തിയുണ്ട്, എല്ലാ വചനത്തിനകത്തും ജീവനുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വാക്യമെടുത്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം, എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് പ്രസംഗിക്കാം. എന്നാലും നമുക്ക് മടുപ്പ് വരത്തില്ല, എന്നാലും അത് തീരത്തില്ല. ഇത് കടൽ പോലെ കിടക്കുകയാണ്. ഒരു സെക്യുലർ എഴുത്തുകാരൻ പറഞ്ഞൊരു പദം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ആകാശം മുഴുവനും പേപ്പറാക്കി, കടൽ മുഴുവനും മഷിയാക്കി, ഈ കാട് മുഴുവനും പേനയാക്കി എഴുതിയാലും പേന തീർന്നു പോകും, കാട്ടിലെ വൃക്ഷങ്ങളെല്ലാം തീർന്നു പോകും, കടലിലെ വെള്ളം തീരും, മഷിയെല്ലാം തീരും, ആകാശം തീർന്നു പോകും, എങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി തീരുന്നില്ല. ഹല്ലേലൂയ. ഒരു സെക്യുലർ ചിന്തകൻ പറഞ്ഞൊരു കാര്യം, ഒരു ആത്മീയ മേഖലയിൽ പറഞ്ഞൊരു മേഖലയല്ല, പക്ഷെ ഒരു സെക്യുലർ മേഖലയിൽ ഒരാൾ പറഞ്ഞത്. പക്ഷെ അത് കർത്താവിൻ്റെ ആ പ്രവൃത്തിയുമായിട്ടൊന്നും നിങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ചേ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ മൈക്ക് തന്നിട്ട് പറയുക. കർത്താവ് ഈ ആഴ്ച, കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളിൽ ഒരു 90% ആളുകൾ എഴുന്നേറ്റ് പറയാനുണ്ട്. സ്തോത്രം. ഇനി ഒന്നുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ നമ്മൾ ഉണർന്നില്ലേ, അത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ നമ്മൾ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നമുക്ക് പുകഴാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. ഈ ശ്വാസം അകത്തേക്ക് വലിച്ചത് പുറത്തേക്ക് പോയില്ലെങ്കിൽ, പുറത്തേക്ക് വിട്ടത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് അകത്തേക്ക് വിട്ട ശ്വാസം പുറത്തേക്ക് പോയില്ലേ, നിങ്ങളിവിടെ ഇന്ന് ഇവിടെ പാടിയ പാട്ടൊക്കെയാണോ പാടണ്ടേ? വേറെ പല പാട്ടൊക്കെ പാടേണ്ടി വരും. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാ പ്രിയരെ. ഹല്ലേലൂയ. അതിനാണ് നന്ദി പറയേണ്ട കർത്താവിന്. സ്തോത്രം പറഞ്ഞേട്ടെ. അതിനാണ് നന്ദി പറയേണ്ടേ. ഓരോ മണിക്കൂറും ദൈവം നമ്മെ നിർത്തുന്നത്, ഓരോ മണിക്കൂറും ദൈവം നമ്മെ പരിപാലിക്കുന്നത് ശ്രേഷ്ഠകരമായ നിലയിൽ ആണ്. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് ഈ പുസ്തകത്തെ 3ആയിട്ട് തരം തിരിച്ച് പഠിക്കാം. നമുക്കറിയാം, ദൈവമാണെങ്കിൽ നമുക്ക് ഒരു ബൈബിൾ സ്റ്റഡി തന്നെ, ദൈവമാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളൊക്കെ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ദൈവവചനം പഠിക്കാനായിട്ട്. അതിനുള്ള അവസരങ്ങൾ ദൈവം നൽകട്ടെ. ഈ വെളിപ്പാട് പുസ്തകം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. ഇന്ന് പലർക്കും പേടിയുള്ളൊരു പുസ്തകം കൂടെയാണ് വെളിപ്പാട് പുസ്തകം.
ഒത്തിരി ആളുകൾക്ക് ഇത് പഠിക്കാൻ പേടിയാ, വായിക്കാൻ പേടിയാ. വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് കൈവക്കിക്കേ. ഒരാളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അയ്യോ അത് വായിക്കല്ല, അത് വായിച്ചാൽ നിനക്ക് മനസ്സിലാകത്തൂല, അത് മാത്രമല്ല അതിപ്പോൾ വായിക്കേണ്ട കാര്യമല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ വെളിപ്പാട് പുസ്തകം വായിച്ചിരിക്കണം. ഒരു ക്രിസ്തു ഭക്തൻ വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ ഭാവി കാര്യം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. സ്തോത്രം. ഏതിലാണ്? വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം നമ്മുടെ ഭാവി കാര്യം എഴുതിയിരിക്കുന്നത്. നമുക്കൊരു ഭാവി അറിയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും ഭാവി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഭാവി അറിയാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന എന്തിനാ? ഭാവി അറിയാൻ വേണ്ടിയാണ്, നാളെ അറിയാൻ വേണ്ടി. നമ്മളും ചിലപ്പോൾ ഭാവി അറിയാൻ വേണ്ടിയല്ലേ പ്രവാചകന്മാരുണ്ടെന്ന് പറയുമ്പോൾ കസേര മൊത്തം ഫില്ലാകുന്നേ അല്ലേ? അപ്പോൾ ഭാവി നമ്മൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ നിത്യതയെക്കുറിച്ചൊരു ഭാവി, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ മരണാനന്തര ജീവിതം എന്താണ്, അതിനെക്കുറിച്ച് അറിയാൻ നമുക്കൊരു ആഗ്രഹം ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ അറിഞ്ഞിട്ട് മേലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ കണ്ടു മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. 2-ഉം 3-ഉം അധ്യായം സഭകളെക്കുറിച്ചുള്ളതായ താക്കീരുകൾ, അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള പ്രശംസകൾ, അവരെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ, മോശമായ അഭിപ്രായങ്ങൾ ഒക്കെയാണ് 2-ഉം 3-ഉം അധ്യായങ്ങൾ. എന്നാൽ 3-ഉം 4-ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മുദ്ര പൊട്ടിപ്പാൻ ആരുണ്ടെന്ന് പറഞ്ഞ് യോഹന്നാൻ കരയുകയാണ്. അപ്പോൾ കുഞ്ഞാടിഞ്ഞോട്ട് വന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ മുദ്ര എന്ത് ചെയ്യുന്നു? പൊട്ടിക്കുന്നു. 6-ാമത്തെ അധ്യായം മുതൽ 6 കാഹളങ്ങളെക്കുറിച്ചും പിന്നെ കലശങ്ങളെക്കുറിച്ചും പിന്നെ ക്രോധകലശങ്ങളെക്കുറിച്ചും പറയുന്ന അധ്യായങ്ങളാണ്. അതൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര സംഭവങ്ങളാണ്, അത് പഠിക്കണം. അപ്പോൾ ഈ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ ക്രോധകലശത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ ഭൂമി സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. 7 പൂർണ്ണസംഖ്യ കാണിക്കുക. 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ഈ ഒഴിച്ചു കളഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു? 1-ാമത്തെ ദൂതൻ, അപ്പോൾ 7 ദൂതന്മാർ 7 ക്രോധകലശങ്ങൾ ഒഴിക്കണം. ആ 7 ക്രോധകലശങ്ങൾ പറഞ്ഞാൽ ക്രോധത്തെ, ദൈവത്തിൻ്റെ ക്രോധത്തെ കാണിക്കുക. 1-ാമത്തെ ദൂതൻ ഒഴിച്ചത് 2-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ എൻ്റെ വിഷയം അതല്ല, ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. എങ്കിലും നമുക്കൊന്ന് ചിന്തിച്ച് നമുക്ക് അങ്ങോട്ട് കയറാം. 1-ാമത്തെ ദൂതൻ ക്രോധകലശം ഒഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു? അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണമുണ്ടായെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും മൃഗത്തിൻ്റെ സംഖ്യ. എന്താ മൃഗത്തിൻ്റെ സംഖ്യ? 666. മൃഗത്തിൻ്റെ സംഖ്യ 666. 666 എന്ന് പറയുന്ന, നോക്കിക്കേ, 13-ാം അധ്യായത്തിലേക്ക് വന്നേ. 13-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ നോക്കിക്കേ. 13-ന്റെ 15 മുതൽ വായിച്ചേ. അത് ചെറിയവരും അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കയ്യിലോ. നോക്കിക്കേ, ആരുടെയൊക്കെ വലം കയ്യിലാ? ചെറിയവരായാലും വലിയവരായാലും സമ്പന്നന്മാരായാലും ദരിദ്രന്മാരായാലും സ്വതന്ത്രന്മാരായാലും ദാസന്മാരായാലും എല്ലാവരുടെയും വലം കയ്യിൽ. ഓക്കെ, വലം കയ്യിലോ. ഒന്നിൽ എവിടെ ആയിരിക്കണം? എന്നെ കൂടെ ഉണ്ടോ നിങ്ങള്? വലം കയ്യിൽ, അല്ലെങ്കിൽ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്. മൃഗത്തിന്റെ പേരോ എഴുതണം. എന്താ എഴുതണ്ടേ? മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ. നോക്കിക്കേ, ഇവിടെ വാങ്ങാനോ വിൽക്കാനോ ചെയ്യുവാൻ നോക്കിക്കേ. അത് വലിയവനായാലും എന്നുണ്ടോ നിങ്ങള്? സന്തോഷമുണ്ടോ? ചെറിയവനായാലും ദാസനായാലും
സമ്പന്ന ആ സമ്പന്നനായാലും ആര് തന്നെയാണെങ്കിലും ഇവിടെ വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും മൃഗത്തിൻ്റെ പേരോ മൃഗത്തിൻ്റെ സംഖ്യയായ 666 അല്ലെങ്കിൽ 18-ാമത്തെ വാക്യത്തിലുണ്ട്, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മേളിൽ മൃഗത്തിൻ്റെ സംഖ്യയോ എന്ന് പറഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറയുക, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ എന്ത് ചെയ്യട്ടെ. ഗണിക്കട്ടെ. അപ്പൊ ഇത് ഗണിക്കണമെങ്കിൽ എന്തോ വേണം? ബുദ്ധി ബുദ്ധി വേണം. ബുദ്ധി ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. ബുദ്ധിയുള്ളവൻ ഈ സംഖ്യ എന്ത് ചെയ്യട്ടെ, ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. മുകളിൽ എന്താ പറഞ്ഞ? മൃഗത്തിന്റെ സംഖ്യ. താഴെ പറയുകയാണ് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ എത്ര? 666. ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഈ 666 എന്ന് പറയുന്ന ഈ സംഖ്യ ഒന്നീ നമ്മുടെ വലം കൈയിൽ എന്ത് ചെയ്യണം? പതിപ്പിക്കണം. അല്ലെങ്കിൽ നെറ്റിയിൽ ഇതെന്ത് ചെയ്യണം? പതിപ്പിക്കണം. ഇതൊരു ചിപ്പ് പോലെയാണ്. നമ്മൾ ഇന്ന് റേഷൻ കടയിൽ ചെന്നാൽ നമുക്ക് അരിയും പഞ്ചസാരയും കിട്ടണമെങ്കിൽ നമുക്ക് എന്തോ വേണം? റേഷൻ കാർഡ് വേണം, ഇല്ലേ? റേഷൻ കാർഡ് വേണം. ഈ റേഷൻ കാർഡ് ഇല്ലാതെ റേഷൻ കടയിൽ ചെന്നാൽ അരി കിട്ടുമോ? ഇല്ല. പഞ്ചസാര കിട്ടുമോ? ഇല്ല. ഇനി ഇതൊന്നും വേണ്ടാത്തൊരു കാലമുണ്ട്. നമ്മുടെ ആധാർ നമുക്ക് വേണ്ട, നമ്മുടെ പാൻ കാർഡ് നമുക്ക് വേണ്ട, ഇനിയും നമ്മുടെ റേഷൻ കാർഡ് നമുക്ക് വേണ്ട. നമുക്കൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് നമുക്ക് വേണം. ഇനി പാസ്പോർട്ട് വേണ്ട. ഗവൺമെൻറ് പരമായ ഏതൊരു കാര്യങ്ങളും നമുക്ക് പ്രൂഫ് ചെയ്യാൻ ഇനി നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻസും വേണ്ട. പകരം നമ്മളൊരു മിഷൻ്റെ മുമ്പിൽ പോയി അങ്ങ് നിന്നാൽ മതി. സ്തോത്രം. നമ്മുടെ മിഷൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാതായി? പോയി നിന്നാൽ മതി. പോയി നിൽക്കുമ്പോൾ കിക്കി 2 സൗണ്ട് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ നെറ്റിയിൽ പതിക്കപ്പെട്ടിരിക്കുന്ന 666 എന്ന് പറയുന്ന സംഖ്യ അത് അവിടെ പതിക്കപ്പെടുമ്പോൾ നമുക്ക് 10 കിലോ അരി കിട്ടും. 10 കിലോ അരി കിട്ടും. ഇനി വാങ്ങിക്കുക മാത്രമല്ല, നിങ്ങൾ കൃഷി ചെയ്ത് ഒരു വാഴക്കൊല ഉണ്ടെന്നിരിക്കട്ടെ, ഒരു വാഴക്കൊല, ഇത് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ ഇത് കൊണ്ടുപോയി കടയിൽ കൊടുത്താൽ നമുക്ക് കാശ് കിട്ടത്തില്ല. പകരം ഈ സംഖ്യയിൽ പതിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ വിൽക്കുവാനും കഴിയുള്ളൂ. അതവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. വിൽക്കുവാനോ വാങ്ങുവാനോ ഇടയാകണമെങ്കിൽ അത് വലിയവനായാലും ചെറിയവനായാലും, അത് പണക്കാരനായാലും സാധുവായാലും ആ ദാസനായാലും ആര് തന്നെയാണെങ്കിലും അത് വിൽക്കാനോ വാങ്ങാനോ മൃഗത്തിൻ്റെ സംഖ്യയായ 666 ഇല്ലാതെ ലഭിക്കത്തില്ലെന്ന് വേദപുസ്തകം പറഞ്ഞു വെച്ചത് ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞു. കൈയുടെ കൈത്തണ്ടയിലും നെറ്റിയിലും സ്കിന്ന് പൊട്ടിച്ച് ചിപ്പ് വെച്ച് ആമേൻ പലരും പല രാജ്യങ്ങളിലും ഇപ്പം അത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഇവിടെ വായിക്കുകയാണ്, ഇങ്ങനെ ഈ സംഖ്യ അനുഭവിച്ച സ്വീകരിച്ച ആളുകൾക്ക് ഒന്നാമത്തെ കലശം ഒഴിച്ചു കഴിയുമ്പോൾ, ഇനി ആ 16-ാം അധ്യായത്തിലേക്ക് വന്ന് 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, ഒന്നാമത്തെ കലശം അവിടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ ക്രോധം വന്നത് ആർക്കാന്ന് നോക്കിക്കേ. ദൈവത്തിൻ്റെ ക്രോധം അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരായ മനുഷ്യർക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും, കണ്ടോ, മൃഗത്തിന്റെ മുദ്ര മനസ്സിലായല്ലോ, മൃഗത്തിന്റെ മുദ്രയുള്ളവരും, അടുത്തത് അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് എന്തോ ഉണ്ടാകും? വല്ലാത്ത ദുർവ്രണം എന്ത് ചെയ്യും? ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നാറ്റമുള്ള വ്രണം ശരീരത്തിൽ എന്ത് ചെയ്യും? ഈ ക്രോധകലശം ഒഴിച്ചു കഴിയും. ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിവിടെ ഇല്ല. സ്തോത്രം. നമ്മളിവിടെ ഇല്ല. ഒരു സ്തോത്രം പറ. സന്തോഷമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നമ്മളിവിടെ ഇല്ല. അന്ന് 2-ാമത്തെ അത് ഞാൻ ആ ഭാഗം വിടുകയാണ്, കാരണം അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ വാക്യത്തിലാണ് 2-ാമത്തെ കാണുന്നത്. അവിടെ എന്താ കാണുന്നത്? 2-ാമത്തവൻ തൻ്റെ കലശം ഭൂമിയിൽ സമുദ്രത്തിൽ ഒഴിച്ചു. എവിടെ ഒഴിച്ചേ? സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ
അത് മരിച്ചവന്റെ രക്തം, അമ്മയ്ക്ക് കൂടെ വായിച്ച്, മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. അടുത്തത്, സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും സമുദ്രത്തിലെ ജീവജന്തുക്കൾ മുഴുവനും എന്ത് ചെയ്തു? ചത്തുപോയി. ചത്തുപോയി. ഇന്ന് കാണുന്ന സകല ജീവജന്തുക്കളും എന്ത് ചെയ്യും? ചത്തുപോകും. വ്രണം പിടിച്ച് മൃഗത്തിന്റെ സംഖ്യ പ്രാപിച്ചവരെല്ലാം നാറി അല്ലാത്ത അവസ്ഥയാകും. ഇപ്പൊ ഈ ഭൂമിയുടെ അധപ്പതനം ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമി താഴോട്ട് വായിക്കുമ്പോൾ 7 കലശങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, കാരണം ആ കുറിഭാഗത്തിലേക്ക് എനിക്ക് വരണം, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ച് ഈ ഭൂമി തമ്പുരാൻ ചുരുട്ടുന്ന പോലെ ചുരുട്ടി തീക്കകത്തിടും. ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം സ്വർഗത്തിൽ ദൈവം പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഏക ആമേൻ ന്യായാധിപനായി ക്രിസ്തു രാജാവായി ഈ ഭൂമിയെ ഭരിക്കും. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാനിയേൽ കണ്ട ആ പ്രതിമയുടെ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇരുമ്പും കളിമണ്ണും കൂടെ യോജിക്കത്തില്ല. യോജിക്കുമോ? ഞങ്ങളൊരു വീടൊക്കെ പണിത് നോക്കിയേ, പാതി കളിമണ്ണും പാതി ഇരുമ്പും കൂടെ വെച്ച് നോക്കിയേ, എപ്പോൾ താഴെപ്പം ചോദിച്ചാൽ മതി. ഇത് 2 കാലേ നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ പ്രതിമ, അത് പാതി, അവൻ്റെ കാല് പാതി ഇരുമ്പ് പാതി എന്ത് ചെയ്യുന്നു? കളിമണ്ണും കൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് പ്രിയരെ, ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും, ഇവിടെ BJP ഭരിച്ചാലും, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും, ഇവിടെ ഇനി വേറെ ആര് വന്നെന്ന് പറഞ്ഞാലും, പുതിയൊരു ഭരണം വന്നെന്ന് പറഞ്ഞാലും, ഇവിടെ സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി ഞങ്ങളിപ്പോൾ നന്നാക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നവരൊക്കെ ഇപ്പോൾ 7 നില പൊട്ടിക്കിടക്കുന്ന കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ പണ്ടാരണ്ട് പറഞ്ഞതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിന് അർത്ഥം ഇവർക്കാർക്കും ഭരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഇവർക്കാർക്കും നേരെ ചൊവ്വ ഇത് കൊണ്ടുപോകാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ പറ്റത്തില്ല. ഇതെല്ലാം നശിച്ചു പോകുമ്പോൾ രാജാവ് ഭരണം ഏറ്റെടുക്കും. സ്തോത്രം. രാജാവ് ഭരണം ഏറ്റെടുക്കും. സ്തോത്രം. ഇപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷം പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഇതിനി നടക്കത്തില്ല. ഇത് നടക്കുന്നൊരു കാലമുണ്ട്. അത് യേശു വരുന്നൊരു സമയമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണം, ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ രാജാതി രാജാവായി രാജവസ്ത്രം ധരിച്ച് കിരീടം വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഹല്ലേലൂയ പുതിയ ആകാശത്തിലും പുതിയ ഭൂമി തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അന്ന് ഒലിവുമലയിൽ യേശു ചവിട്ടും, ഒലിവുമല 2ആയിട്ട് പിളർക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പണ്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ബൈബിൾ ശുദ്ധ അസമത്വമാണ്, തെറ്റുകളാണെന്നാണ് പറഞ്ഞ്. പക്ഷെ ഇന്ന് ശാസ്ത്രം വിധി എഴുതുന്നത് തിരുവചനം വെച്ചുകൊണ്ടാണ്. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സകല സംഭവങ്ങളും ഇവിടെ നിറവേറിക്കഴിഞ്ഞു. ഇനി നിറവേറാൻ ഒന്നേയുള്ളൂ, നമ്മുടെ കർത്താവ് വരിക എന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ മത്തായി സുവിശേഷത്തിൽ ഓർപ്പിച്ചതുപോലെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്തത് നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ ഇറങ്ങി വന്ന് തന്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സുദിനമുണ്ട് പ്രിയരെ. അത് ഏത് സമയവും നമ്മുടെ കാതിൽ കേൾക്കാം. കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നമ്മെ തന്നെ വിശുദ്ധരായി നമ്മുടെ വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില്, ഇടപാടുകളില് കർത്താവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചു പോകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. 3 ഭാഗങ്ങൾ നമുക്ക് 3ആയിട്ട് ആ വാക്യത്തെ തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 3ആയിട്ട്. 15-ാമത്തെ വാക്യത്തെ 3ആയിട്ട് തിരിക്കാം. വചനം പഠിക്കുന്നവർക്ക് അത് തിരിച്ചു പഠിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാകും. ഒന്ന്, ആ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ കള്ളനെ പോലെ വരും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പാർട്ട്, യേശു കർത്താവ് കള്ളനെ പോലെ എന്ത് ചെയ്യും? വരും. ഒന്നാമത്തെ പാർട്ട് കള്ളനെ പോലെ വരും. രണ്ടാമത് അവിടെ കാണുന്നത് നിങ്ങളുടെ ലജ്ജ കാണാതിരിക്കേണ്ടതിന് ഉടുപ്പ് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്
ഉടുപ്പ് സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ പോയിന്റ് എന്താണ് വാക്യത്തിൽ? ആദ്യത്തെ പാർട്ട് കർത്താവ് കള്ളനെ പോലെ വരും. 2, ഉടുപ്പ് സൂക്ഷിക്കണം. അടുത്തെന്താണ്? ജാഗരിച്ച് കൊള്ളുന്നവൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മൂന്നാമത്തെ വിഷയം, നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജാഗരിക്കുക. സ്തോത്രം. ഒന്ന് പറഞ്ഞേ, അടുത്തൊരു കരം കൊടുത്തെന്ന് പറഞ്ഞ് ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. ജാഗരിക്കുക. സ്തോത്രം. അപ്പം നോക്കിക്കേ, 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കർത്താവ് ആരെ പോലെ വരും? അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ കർത്താവ് എന്താ, കള്ളനാണോ? അല്ല. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇന്ന് രാത്രി കള്ളൻ കയറുക. ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി കള്ളൻ കയറുക. 4 മണിയായപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയും, ഞാൻ ഇന്ന് രാത്രി 1 മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ എന്ന് ഏതെങ്കിലും കള്ളൻ പറയുമോ? ഇല്ല. ഇനി പോട്ടെ, വന്നില്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുമോ? അവറാച്ചാൻ്റെ വീടാണോ? ആന്നു, ഞാൻ കള്ളനാണേ, അതെ, ഞാൻ ഇന്ന് 1 മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കയറുമേ എന്ന് പറയുമോ? ഇല്ല. ഇനി നിങ്ങളുടെ വീടിൻ്റെ അവിടെ അങ്ങനെ എഴുതി വെക്കുമോ, ഞാൻ 12 മണിയാകുമ്പോൾ നിങ്ങളെല്ലാം കിടന്ന് ഉറങ്ങിക്കോണം, ഞാൻ കയറുമെന്ന് പറയുമോ? ഇല്ല. കള്ളൻ വരുന്നത് നമ്മൾ അറിയുന്നില്ല. എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല, എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നതുപോലെ കർത്താവ് ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതേപോലെ ആയിരിക്കും നമ്മുടെ കർത്താവും വരുന്നത്. കർത്താവ് വരുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് എന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വരും, ഞാൻ വന്നാൽ ഞാൻ നിങ്ങളെ ചേർത്തുകൊണ്ട് പോകും. സ്തോത്രം. സ്തോത്രം പറയണം. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ രോഗം മാറുമെന്നോ, നിങ്ങൾക്ക് പണം കിട്ടുമെന്നോ, നിങ്ങളുടെ വീട് കുറച്ചുകൂടെ സ്ക്വയർ ഫീറ്റ് കൂട്ടുമെന്നൊന്നും അല്ല ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്. നമ്മുടെ പ്രത്യാശ ഒന്ന് പുതുക്കാനുള്ള ദൂതാ പറയുന്നത്. അത് കേൾക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എണ്ണയുള്ളവർ ഭാഗ്യവാന്മാർ, എണ്ണയുള്ളവർ ഭാഗ്യവാന്മാർ. യഹൂദന്മാരുടെ വിവാഹം അനുസരിച്ച് യഹൂദ പുരുഷൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ആദ്യം പോയി പെണ്ണിനെ കാണും. പെണ്ണിനെ കണ്ടതിന് ശേഷം പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിളിച്ചുകൊണ്ടങ്ങ് പോവുകയല്ല. യഹൂദൻ്റെ കല്യാണത്തിന് കുറേ സമയങ്ങളെടുക്കും. യഹൂദൻ പയ്യൻ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വിവാഹ നിശ്ചയം ചെയ്യും. വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം അവൻ വീട്ടിലേക്ക് തിരികെ പോകും. ചെറുക്കൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ തിരികെ പോകും. എന്നിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ട് ചെയ്യുന്നത് അവനൊരു വീട് പണിയും. ഇനി വീട് പണിയാൻ എല്ലാവർക്കും ആസ്തി ഉണ്ടാകണമെന്നില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും വീട് പണിയണമെന്ന് നിർബന്ധവുമില്ല. നിർബന്ധം ഇവിടെയുണ്ട്, പക്ഷേ അതിന് ആസ്തി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പൻ്റെ വീടിനോട് ചേർത്ത് എന്ത് ചെയ്യും? ഒരു വീട് പണി. അപ്പൻ്റെ വീടിനോട് ചേർത്ത് ഒരു വീട് പണി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പൻ്റെ വീടല്ലേ അവൻ്റെ വീടല്ലേ, ഇതിന് അപ്പൻ്റെ വീടെന്ന് പറയുന്നത്? ഹല്ലേലൂയ. അപ്പൻ്റെ വീടെന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ആ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമുക്കാണ് 18 അല്ല, ഈ 30 വയസ്സ് വരെ പെങ്കൊച്ച് വീട്ടിൽ നിന്നാൽ അപ്പനും അമ്മയും കൂടെ കല്യാണം കഴിപ്പിച്ച് സ്ത്രീധനമൊക്കെ ഉണ്ടാക്കി കടമൊക്കെ വാങ്ങിച്ച് കാനറ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് കെട്ടിച്ച് വിടേണ്ട നിയമം നമുക്കാണ്. പക്ഷെ പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനൊരു നിയമമില്ല. കോളേജ് കഴിഞ്ഞാൽ ഉടൻ വീട്ടിൽ നിന്ന് പൊക്കോണം. അത് ഡോക്ടർ പഠിക്കണമെങ്കിലും എൻജിനീയർ പഠിക്കണമെങ്കിലും കേറ്ററിംഗ് പഠിക്കണമെങ്കിലും എന്തു പഠിക്കണമെങ്കിലും വീട്ടിൽ നിന്ന് പൊക്കോണം, തന്നെ ഉണ്ടാക്കിക്കോണം, പാർട്ട് ടൈം ജോലി ചെയ്തോണം, നീ പഠിച്ചോണം. ഇതാണ് അവിടുത്തെ രീതി. അവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തറിയാമോ? ഇഷ്ടം പോലെ പൈസയും കൊടുക്കും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പൈസ തിരിച്ചടച്ചാൽ മതി. ഇവിടുത്തെ പോണൊക്കെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം അപ്പനും അമ്മയും നമ്മുടെ ഇവിടുന്ന് പോകുന്നവരുടെ കാര്യമല്ല പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു കുട്ടി ജനിച്ചാൽ പെങ്കൊച്ചാണെങ്കിലും ആങ്കൊച്ചാണെങ്കിലും അപ്പനും അമ്മയും സ്ത്രീധനം കൊടുത്തു, അപ്പനും അമ്മയും ചെലവ് കൊടുത്തും വളർത്തുന്ന ഒരു പരിപാടിയില്ല. കല്യാണം കഴിച്ചാൽ ഉടനെ ആദ്യത്തെ ദിവസം തന്നെ അപ്പൻ്റെ വീട്ടിലല്ല അവർ പോകുന്നത്. അവർ തന്നെ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റെൻറ്റിനെങ്കിലും എടുക്കും. അവർ വീട് സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ രീതി. അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് ചെന്നപ്പം അവിടെ പിള്ളേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ അവിടുത്തെ ഒരു അങ്കിൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. അവിടെ പിള്ളേർ പഠിക്കാൻ വേണ്ടി കോളേജിൽ പോയിട്ട് ഒരു ഹോസ്റ്റലിലാണ് ജീവിക്കുന്നത്. അപ്പൻ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നില്ല, അമ്മ കൊടുക്കുന്നില്ല, അവർ തന്നെയാണ് പഠിക്കുന്നത്. നമുക്കറിയാം, അവർ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് അവർ പഠിക്കുന്നത്. ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ കൂട്ടുകാരോട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. കൂട്ടുകാർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ പോകാമെന്നല്ല പറയുന്നത്,
എൻ്റെ വീട്ടിൽ പോവാന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ഡാഡിയുടെ വീട്ടിൽ പോവാന്നാണ് പറയുന്നത്. സത്യത്തിൽ രൂഫോസും യോശുവായും കൂടി ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ പപ്പാടെ വീട്ടിൽ പോവാന്നാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ കോന്നിക്ക് പോകണം ഇല്ലേ? അങ്ങനല്ലേ അതിൻ്റെ വാസ്തവം. പക്ഷേ വാസ്തവത്തിൽ എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ കാര്യം. അപ്പം കോന്നിക്ക് പോകുന്നതല്ല, സ്വന്തം വീട്ടിൽ അപ്പൻ്റെ വീട്ടിൽ വരുമ്പോൾ പറയുന്നത് അപ്പൻ്റെ വീട്ടിൽ പോകുക എന്നാണ് പറഞ്ഞ പിള്ളേർ ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് എന്നതുപോലെ തന്നെ ഇവിടെ ഒരു അർത്ഥം പറയുകയാണ്. അപ്പൻ്റെ വീട്ടിലേക്ക് ഒരു റൂം ഇറക്കണം. സ്വന്തം വീടാണ്, പക്ഷെ അപ്പൻ്റെ വീട്ടിലേക്ക് റൂം ഇറക്കണം. ഒന്നിൽ ഒരു വീട് പണിയണം, അല്ലെങ്കിൽ ഒരു റൂം ഇറക്കണം. ഈ വീടിൻ്റെ പണി എപ്പോൾ പൂർത്തിയാകുന്നു? എൻഗേജ്മെൻറ്റ് മുതൽ. ഇന്നാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ് മുതൽ ഈ വീടിൻ്റെ പണി എത്ര മാസം എടുക്കുമോ അത്രയും മാസം കഴിഞ്ഞിട്ടേ വിവാഹം നടക്കത്തുള്ളൂ. സ്തോത്രം. ഈ റൂമിൻ്റെ പണി എപ്പോഴാണ് കഴിയുന്നത് അത്രയും സമയം എടുത്തിട്ടേ ഈ വിവാഹം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത് 5 കന്യകമാരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? എണ്ണയുണ്ടായിരുന്നു. 5 കന്യകമാരുടെ കയ്യിൽ എന്തില്ലായിരുന്നു? എണ്ണയില്ലായിരുന്നു. ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ ചെറുക്കൻ, ഈ വരൻ വീട് പണിയുന്നിടം വരെ ഈ വധു തൻ്റെ തോഴിമാരുമായി എപ്പോഴും കാത്തിരിക്കണം. രാത്രി വിളക്ക് കത്തിച്ച് കാത്തിരിക്കണം. പകലാണോ ഇങ്ങാര് വരുന്നതെന്ന് അറിയത്തില്ല, രാത്രിയാണോ വരുന്നത് അറിയത്തില്ല. കൊട്ടും കുഴവിയുമായി ബഹളം വെച്ചുകൊണ്ട് ആടി തിമിർത്താടി നൃത്തം ചെയ്ത് ഈ കന്യകയുടെ വീടിൻ്റെ അടുക്കൽ വന്ന് കാഹളം ഊതുമ്പോൾ ഇവൾ ഇറങ്ങിച്ചെല്ലണം തോഴിമാരുമായി. അങ്ങനെയാണ് അവരുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവി പറയാം, രക്ഷിക്കപ്പെട്ട കാലത്ത് നമ്മുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു. യേശുവിനെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ സമയത്ത് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി നമ്മുടെ വിവാഹമാണ്. അതെന്നാ ആ വിവാഹം നടക്കുന്നത്? വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത് എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത്. കണ്ടോ, അവിടെയും കർത്താവ് പറഞ്ഞു, കണ്ടോ? എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക സ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അവിടെ അനേക സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണ്ടി വീട് പണിയും. വീട് പണി കഴിയുമ്പോൾ ഞാൻ മടങ്ങി വരും. ഏകദേശം നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഹല്ലേലൂയ. ഏകദേശം വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞതിൻ്റെ ലക്ഷണമാണ് ഇന്ന് ഭൂമിയിൽ അരങ്ങേറുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പങ്ങളും സംഭവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെ, ഇന്ന് പകൽ വെറുതെ ഇത് കേട്ടോണ്ട് ഇന്ന് പകൽ ഇറങ്ങിപ്പോകരുത്. ഇതിനകത്ത് ഈ ഒരു ആത്മാവിൻ്റെ നിയോഗത്തോടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു പിടച്ചിലുണ്ടാകണം, നിത്യതയെക്കുറിച്ചുള്ളൊരു ദാഹമുണ്ടാകണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രത്യാശ ഉയരുന്നത്. ഹല്ലേലൂയ. എന്ന കർത്താവ് പറയുക, ഒരു മണവാളൻ അവൻ നിശ്ചയിച്ച പെൺകുട്ടിയുടെ അടുക്കൽ വീട് പണി കഴിഞ്ഞ് എപ്പോഴാണ് വരുന്നതെന്ന് മണവാട്ടിക്ക് അറിയത്തില്ല. അത് പകലാണോ വരുന്നത് അറിയത്തില്ല, രാത്രിയാണോ വരുന്നത് അറിയത്തില്ല. അതുകൊണ്ടാണ് രാത്രി വിളക്ക് കത്തിച്ച് വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഏത് സമയം വരുന്നത് അറിയത്തില്ല. എന്തുപോലെ ഇവിടെ പറയുക, കള്ളനെ പോലെ നമ്മുടെ കർത്താവ് വരും. രാത്രി വരാം, ഇന്ന് രാത്രി വരാം. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ കാഹളം കേൾക്കാം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വസ്ത്രം സൂക്ഷിക്കണം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതം സൂക്ഷിക്കണം. വസ്ത്രം നീതിയെ കാണിക്കുക. നമ്മൾ നീതിയുള്ളവരായി തീരണം. നമ്മൾ ദൈവകൃപയുള്ളവരായി തീരണം. അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകത്തില്ല പ്രിയരേ. സ്തോത്രം. അപ്പൊ 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ ഞാൻ പറഞ്ഞു തന്നു. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കർത്താവ് എങ്ങനെ വരുന്നത്? കള്ളനെ പോലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ. ഉടുപ്പ് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഉടുപ്പ് സൂക്ഷിക്കണം. ഉടുപ്പ് നമ്മുടെ വേർപാടിനെ കാണിക്കുക, വിശുദ്ധിയെ കാണിക്കുക. അക്ഷരാർത്ഥത്തിൽ യോശുവയെക്കുറിച്ച് സാത്താൻ പറഞ്ഞ കാര്യമുണ്ട്. യോശുവ നോക്കിയപ്പോൾ ഒരു കുറ്റവും പറയാനില്ല, ഒന്നും പറയാനില്ല. പ്രവൃത്തിയിലും വാക്കിലും ഒന്നിനും ഒരു കുറ്റം സാത്താൻ എടുത്ത് കാണിക്കാനില്ല. അവസാനം നോക്കിയപ്പോൾ അവൻ്റെ ഉടുപ്പിൻ്റെ അറ്റത്ത് എന്തോ ഉണ്ട്? ശരി, അഴുക്ക് ഇരുന്നു. സാത്താൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉടുപ്പിൻ്റെ അറ്റത്ത് എന്തോ ചെയ്യുന്നു. ഇപ്പോൾ സാത്താൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കും. നമ്മൾ കണ്ടില്ലേ, ചില ആളുകളെ കണ്ടില്ലയോ? എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ എന്ത് ചെയ്യും? ഇരിക്കും. അത് പള്ളിയിലായിരിക്കും, ചിലപ്പോൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലായിരിക്കും, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിലായിരിക്കും. നമ്മൾ ഒരു വിരുന്നിനൊരു വീട്ടിൽ ചെന്നേ, അവർ നോക്കുക നമ്മുടെ മുഖത്തല്ല, നമ്മുടെ വസ്ത്രത്തിലാണ് നോക്കുന്നത്. എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന്. സാരി ഉടുത്ത ശരിയായോ?
ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പിന് എത്ര രൂപ ഉണ്ട്, ഇതൊക്കെ നോക്കുന്നത്. കാരണം ഇത് പിശാചാ. സ്തോത്രം. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി അവസാനം സാത്താൻ ഒന്നും കിട്ടാൻ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് പോയിക്കേ, സാത്താൻ ഒന്നും കിട്ടാൻ വന്നപ്പോൾ എന്തോ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നു, അഴുക്കിരിക്കുന്നു. അപ്പോൾ ഈ അഴുക്ക് അത് അശുദ്ധിയെ കാണിക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഉടുപ്പ് സൂക്ഷിക്കണം. സ്തോത്രം. ഉടുപ്പ് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഒരു കരം വീഴ്ത്തി സ്തോത്രം ചെയ്തേ. ഉടുപ്പ് സൂക്ഷിക്കണം. അടുത്ത് പറയാം, നമ്മളെന്താ ജാഗരിച്ചിരിക്കണം. എന്തിനാ കർത്താവ് വരുന്നത്? എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വായിച്ച് എന്തിനാണ് കർത്താവ് വരുന്നത്? അതുകൊണ്ട് നമുക്ക് ചിന്തിക്കണമല്ലോ, കർത്താവ് വരുന്നത് എന്തിനാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ 28-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും വായിച്ചോ. 28 എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ. അടുത്ത് ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളുടെ ചുമപ്പാൻ ഒരിക്കൽ യേശു എന്ത് ചെയ്തു, അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു, അർപ്പിക്കപ്പെട്ടു. അടുത്തത് എന്താണ്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ. കണ്ടോ, ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട്. മനസ്സിലായോ? എവിടെ അർപ്പിക്കപ്പെട്ടെ? എവിടെയാ? കാൽവരി ക്രൂശിൽ. ഒന്ന് പറഞ്ഞേ, അച്ഛന്മാരൊന്ന് പറഞ്ഞേ. എന്നെ സഹിക്കാൻ വയ്യാട്ടാണോ ഈ തലയൊക്കെ വെച്ചേക്കുന്നേ? ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, കാൽവറിയിൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ എന്തിനാ? നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി. അതൊരിക്കലാ. ഇനി അർപ്പിക്കപ്പെടാനല്ല കർത്താവ് വരുന്നേ. ഇനി അർപ്പിക്കപ്പെടാനല്ല, മരിക്കാനല്ല കർത്താവ് വരുന്നേ. ഇനി കർത്താവ് വരുന്നത് അവിടെ എഴുതിയിരിക്കുന്നത്, തനിക്കായി കാത്തിരിക്കുന്നവരെ. നോക്കിക്കേ, ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാ? ഒരു സ്തോത്രം പറഞ്ഞ്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ്. യേശു വരും, യേശു വരും, യേശു വരും എന്ന് നമ്മൾ പറയുന്നു. ഉപദേശിമാര് പ്രസംഗിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. എന്തിന് യേശു വരുന്നു? യേശു ഇനി വരുന്നു തനിക്കായി. ആമേൻ. യേശു ആദ്യം വന്നപ്പോൾ തനിക്കായിട്ട് ആരെങ്കിലും കാത്തിരുന്നോ? ഇല്ല. പകരം തന്നെ ക്രൂശിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ രാജാവായിട്ട് നിന്നെ ആരാക്കിയെന്നാ ചോദിച്ചേ. ഇവൻ രാജ്യദ്രോഹം സംസാരിക്കുന്നു എന്നാ പറഞ്ഞേ. ഇവനെ ക്രൂശിക്കുക എന്നാ പറഞ്ഞേ. ഇവൻ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്നു എന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഇവനെ ക്രൂശിക്കാം, ബർബാസിനെ വിട്ടുതരിക എന്നാ പറഞ്ഞേ. എന്നാൽ രണ്ടാമത് കർത്താവ് വരുന്നത് ക്രൂശിക്ക എന്ന ശബ്ദത്തിന്റെ ആ മുഴക്കത്തിനകത്തേക്കല്ല വരുന്നത്. പകരം പാപികളെ കാണാനോ അവരെ രക്ഷിക്കാനോ അല്ല വരുന്നത്. യേശു ഇല്ലാത്തവനെ യേശു ഉള്ളവനാക്കാൻ വേണ്ടി അല്ല വരുന്നത്. മാനസാന്തരപ്പെടാത്തവനെ മാനസാന്തരപ്പെടുത്താൻ അല്ല യേശു വരുന്നത്. പള്ളി കയറാത്തവനെ പള്ളി കയറ്റാനല്ല യേശു വരുന്നത്. സ്തോത്രം. ആരാധിക്കാത്തവനെ ആരാധിപ്പിക്കാനോ പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിക്കാനോ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ല യേശു വരുന്നത്. ഇനി യേശുവിന് അവരൊന്നും ഒരു വിഷയമല്ല. യേശുവിന് ഇനിയുള്ള വിഷയം കാത്തിരിക്കുന്ന ഞാനും നീയുമാണെങ്കിൽ. ഇന്ന് പകൽ ഈ ആലയത്തിൽ കൂടിയിരിക്കുന്ന ജനത്തോടും ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം, നീ മറ്റൊന്നും കാത്തിരുന്നില്ലെങ്കിലും യേശുവിനായി നീ കാത്തിരിക്കുന്ന നിന്നെ ചേർപ്പാൻ യേശു വരും. അവൻ വന്നാൽ അവനോട് കൂടെ ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നും ഇല്ലാത്ത ദേശത്ത് പാർക്കേണ്ടതിന് യുഗായുഗങ്ങളിൽ നിത്യതയിൽ വസിക്കേണ്ടതിന്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ക്യാൻസർ മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ കർത്താവേ എന്റെ ശരീരത്തിലെ ഷുഗർ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ കിഡ്നി പോയാലും ബ്രെയിൻ പോയാലും വിഷയമല്ല. കാത്തിരിക്കുന്ന എന്നെ ചേർക്ക. അങ്ങ് വരുമ്പോ ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ
എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീ കൈയടിച്ചെങ്കിൽ, നീ സ്തോത്രം ചെയ്തെങ്കിൽ നിന്റെ അകത്ത പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ കലാലയത്തിൽ മാത്രമല്ല, ചില വീടുകളിൽ, ഓഫീസുകളിൽ, ചില വാഹനങ്ങളിൽ ഇരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിന്നോട് ഇന്ന് പകൽ ദൈവാത്മ പറയുകയാ, യുദ്ധങ്ങളെ യുദ്ധശ്രുതികളെ കണ്ട് നീ പേടിക്കേണ്ട. നീ യേശുവിനായി കാത്തിരുന്നാ മതി, നിന്നെ ചേർക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കലശങ്ങൾ, ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ, ഹല്ലേലൂയ, 7 അനർത്ഥങ്ങൾ ഭൂമി സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണോ, നമ്മളെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി നിർത്തും. ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ മാറ്റി നിർത്തിയിട്ട് ഈ ഭൂമിയെ ന്യായം വിധിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1:7 വാക്യത്തിൽ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 1:7 വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. വെളിപ്പാട് 1:7. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. യേശു എങ്ങനെ വരും? മേഘാരൂഢൻ. പ്രത്യാശയുണ്ടോ ഇന്ന്? ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച ദൂതല്ലായിരിക്കും ഇന്ന്. ചിലപ്പോൾ മാർക്കിടാൻ ഒത്തിരി കാണും ഈ ദൂതിനകത്ത്. എനിക്ക് സാരമില്ല, കാരണം എനിക്ക് ഇന്ന് കിട്ടിയ ദൂതിതാ. കർത്താവ് തന്ന ദൂതല്ലാതെ മറ്റൊന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. ഇന്ന് നമുക്ക് കേൾക്കാൻ, മാർച്ച് 6 നമ്മോട് സംസാരിക്കാൻ ദൈവം എനിക്ക് തന്ന ദൂതിതാണ്. ഇന്ന് പകൽ വെളിപ്പാട് 1:7 പറയുന്നു. ആമേൻ. ഇതാ ഞാൻ യേശു പറയുക, ഇതാ അവൻ ഞാൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും എങ്ങനെ വരും? മേഘാരൂഢനായി വരും. യേശു എവിടെ വരും? മേഘാരൂഢനായി. അടുത്തത് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും. യഹൂദന്മാരെ കുറിച്ച് പറയുകയാ, അവനെ കുത്തിത്തുളച്ചവർ. ബൈബിളില്ലേ? 2 കൈയുമോ നിവർത്തി, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞതുപോലെ വിറങ്ങലിച്ച ശരീരം. ഈ നമ്മൾ രാത്രിയിൽ ചില ആളുകൾ പറയാറുണ്ട്, രാത്രി കിടന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ എന്ത് അറിയാമോ? പെരുക്കും, മരവിപ്പുണ്ടാകും. ഈ മരവിപ്പുണ്ടായി കഴിഞ്ഞാൽ ഈ കൈ നമുക്ക് നൂക്കാൻ വലിയ പ്രയാസം ആയിരിക്കും. പ്രായമുള്ളവർക്കൊക്കെ ഒത്തിരി അറിയാം, ഇത് നൂക്കാൻ പ്രയാസമാണ്. യേശു ഈ അച്ചമര കുരിശു ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോയി കൈ ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിച്ചങ്ങോട്ട് നീട്ടി. ഫാസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് ഈ കയറ് കെട്ടിയിട്ട് വലിച്ചു നീട്ടിയെന്ന്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ വലിച്ചു നീട്ടി ആണി അടിച്ചു. കൈയുടെ വെള്ളയിലല്ല ആണി അടിച്ച്, കൈയുടെ ഈ തണ്ടയ്ക്കാണ് ആണി അടിച്ച്. ചതുരത്തിലിരിക്കുന്ന നീണ്ട ആണി അതടിച്ച് കയറ്റി ഈ ഞരമ്പുകൾ പൊട്ടി അസ്ഥി കിഴിഞ്ഞ് ഇത് ഈ തടിയലേക്ക് ചെന്ന് പതിക്കുകയാണ്. 2 കാല്, ഒരു കാലിന് പുറത്ത് ഒരു കാലങ്ങോട്ട് വെച്ചിട്ട് ഒരാണി വെച്ച് 2 കാലും അടിച്ച്. നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. അവസാനം യേശു കർത്താവിനെ ഈ കുഴിയിലേക്ക് എടുത്ത് അങ്ങിട്ടു. ആ ക്രൂശോടെ ഇട്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 33.5 വർഷം ജീവിച്ച, 33.5 പ്രായമുള്ള ആ ശരീരം. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം. ഹല്ലേലൂയ. ഒരു യഹൂദന്റെ ശരീരം. നമ്മളെപ്പോലെ ഉണങ്ങിയ ശരീരമൊന്നുമല്ല, നല്ല പുട്ടിയുള്ള ശരീരം ഇത്. ആമേൻ. ആ ക്രൂശെ കിടന്ന് അങ്ങോട്ട് വീണപ്പോൾ ഇങ്ങനെ 2 കുലുക്കോ കുലുങ്ങി ഇതിങ്ങനെ ഇറന്നിറങ്ങി ക്രൂശല് ഈ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഇത് വലിഞ്ഞു കിടക്കുകയാ. മരിച്ചോന്നറിയാൻ വേണ്ടി യഹൂദന്മാര് വന്ന് പടയാളികൾ വന്ന് എന്ത് ചെയ്തു? യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഏത് കണ്ണും എന്ന് പറഞ്ഞാൽ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, ആരവാരമുണ്ടല്ലോ. അവന്റെ രക്തം ഞങ്ങളുടെ
ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ആരവാരമുണ്ടല്ലോ. ഏത് കണ്ണും ഒരുത്തനെ ദൈവം മാറ്റിവെക്കത്തില്ല, എല്ലാവരെയും കാണിക്കും. ഏത് കണ്ണും. അതിനാ കർത്താവ് മധ്യാകാശത്ത് വരുന്നത്. ഹല്ലേലൂയ. എല്ലാരും കാണാൻ വേണ്ടിയാ മണ്ടയ്ക്ക് കയറിയ. പണ്ടൊരുത്തൻ മണ്ടയ്ക്ക് കയറിയില്ലേ, മരത്തിന്റെ മണ്ടയില്. ഹല്ലേലൂയ. എല്ലാവരും കാണണം. അങ്ങനെ വന്ന് നിൽക്കുക. തേജസ് വാരി ഉടുത്തു. നിങ്ങൾ ആത്മാവിൽ നിന്ന് കണ്ടേ. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ ആണിപ്പഴുതുണ്ട്. അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ പാടുണ്ട്. ഇതൊക്കെ വിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാ. രണ്ട് ദൂതന്മാർ അപ്പുറത്തും ഇപ്പുറത്തും വലിയ കാഹളം ഇങ്ങനെ പിടിച്ചു ഊതിക്കൊണ്ടിരിക്കുകയാ. കോടാനുകോടി വിശുദ്ധന്മാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അന്തരീക്ഷത്തിൽ. ഓ, തേജസ് വാരിയെടുത്ത് സർവാംഗ സുന്ദരനായ ക്രിസ്തു അവൻ ഇങ്ങനെ നിൽക്കുകയാ. ഏത് കണ്ണും നോക്കും, അവനെ കുത്തിയവരും നോക്കും. ഇന്ന് പകൽ അവനൊക്കെ നോക്കി നിൽക്കുമ്പോ ഞാനും നീയും അവനൊപ്പം പ്രത്യാശയുള്ളവർ മാത്രം ഇന്ന് പകൽ ആത്മാവെ സ്തോത്രം ചെയ്യട്ടെ. പറക്കുന്നൊരു ദിവസമുണ്ട്, പറക്കുന്നൊരു ദിവസമുണ്ട്. Oh Jesus. നമ്മുടെ അപ്പച്ച് മേഘാരുടനെ ഇറങ്ങി വരുന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന സകല വേദനകളുണ്ടല്ലോ, വിട്ടിട്ട് പോകുന്നൊരു സമയമുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന സകല കഷ്ടതകളുണ്ടല്ലോ, തിരസ്കരണങ്ങൾ, നൊമ്പരങ്ങൾ, പഴികൾ, ദുഷികൾ, ആരോപണങ്ങൾ, ഇതെല്ലാം ഇട്ടിട്ട് പോകുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ഏത് കണ്ണും കാണും, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ചരിത്രം പറഞ്ഞ യഹൂദന്മാരും റോമൻ പടയാളികളും അവനെ കാണും. അന്നവർ അനുദപിക്കും. അയ്യോ, ഞങ്ങൾ ഇവനെയാണോ ക്രൂശിച്ചത്? ഈ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സ്വന്തമായവരിലേക്ക് സ്വന്തമായവൻ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. പക്ഷെ സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? വച്ചിട്ടില്ലേ? സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. റൈറ്റ്? സ്വന്തമായവർ എന്ത് ചെയ്തില്ല അച്ഛാ? അങ്ങനല്ലേ പാസ്റ്ററെ? സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടായിരുന്ന ക്രൂശിക്കുവോ? കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐകികമല്ല, എൻ്റെ രാജ്യം ഐകികമല്ല. കർത്താവിൻ്റെ രാജ്യം ഐകികമായിരുന്നെങ്കിൽ 1 ലഗ്യോൻ പടയാളികൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യം കാണത്തില്ല. സഹോദര, ഹല്ലേലൂയ. സൗത്ത് കൊറിയൻ പറഞ്ഞു, ഇസ്രായേലിനെ ഒരു പൊടി പോലും ഇല്ലാതെ നശിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, ഒരെണ്ണം ഇട്ടാൽ മതി. മനസ്സിലായോ? ഒരെണ്ണം ഇട്ടാൽ മതി, ഇസ്രായേലിനെ പൊടി പോലും ഇല്ലാതാക്കാം. പറ്റത്തില്ല. ഇനി ഏത് സൗത്ത് കൊറിയൻ വന്നാലും, ഇനി ആരൊക്കെ നോക്കിയാലും ഇസ്രായേലിനെ തൊടാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ജനമാണ്. എടാ, സൗത്ത് കൊറിയൻകാരൻ്റെ കയ്യിൽ, അവൻ്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ, അവൻ്റെ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ സാധനം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. എന്നിട്ടും കർത്താവ് മൗനമായില്ലേ? ഓ, എന്നോടൊന്ന് വന്നേ. എന്നിട്ട് കർത്താവ് മൗനമായില്ലേ? ഹല്ലേലൂയ. അവനെ അടിച്ചപ്പോ മിണ്ടാതിരുന്നില്ലേ? അവനെ തുപ്പിയപ്പം മൗനമായില്ലേ? അവന്റെ തലയിൽ മുൾക്കിടം വെച്ചപ്പോൾ ജോസിഫസ് പറഞ്ഞത്, തലയോട് വഴി മുള്ളു ഇറങ്ങി ഇടത്തെ കണ്ണ് ചാടി കൃഷ്ണമണി തൂങ്ങിക്കിടന്നെന്നാ. മിണ്ടാതിരുന്നില്ലേ?
നമ്മളാണെങ്കിൽ എടുക്കുന്നതിന് പിടിക്കുന്നതിന് എല്ലാം കോപമാണ്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തിന് പറയണം, നീ മടങ്ങ്, നീ ഒരു ദൈവവേദലല്ലേ, ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക, എന്നെ അറിയത്തില്ല. എടാ നീ ആരായാലും എന്നാ വെച്ച് താപ്പോട്ട് പോയെങ്കിൽ നീ ശവമല്ലേ? പുകഴാൻ എന്തെങ്കിലും നമുക്കുണ്ടോ പ്രിയരെ? പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കാണുന്ന ഈ കോക്കാമ്പീച്ച, ഈ ബഹളവും, ഈ വാശിയും, ഈ വൈരാഗ്യമൊക്കെ എവിടെ ചെല്ലാനാ? പറക്കണ്ടേ? കർത്താവിനെ നോക്കിക്കെ, പിച്ചി പറിച്ചപ്പോഴും, കഫത്തോട് കാർക്കിച്ച് തുപ്പിയപ്പോഴും, കോലുകൊണ്ട് അടിച്ചപ്പോഴും മിണ്ടിയില്ല. സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. കൈക്കൊള്ളാഞ്ഞോണ്ടല്ലേ ഇതെല്ലാം ചെയ്തേ, ക്രൂശിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സ്വന്തമായവര് പറയുക, ഇനി എൻ്റെ കൂടെ വരണേ, ഇവിടെ വായിക്കുക, തേജസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഏത് കണ്ണും അവനെ കണ്ടപ്പോൾ യഹൂദന്മാർക്ക് അറിയാം രാജാവ് വരുമെന്ന്. ദൈവപുത്രൻ ജനിക്കുമെന്ന് ആർക്കറിയാം? യഹൂദന്മാർക്ക് അറിയാം. പക്ഷെ അവർക്ക് പറ്റിയ കുഴപ്പം എന്താ ചോദിച്ചാൽ, അവരുദ്ദേശിച്ച ജനനം ഇതല്ല. മനസ്സിലായോ? അവർക്കൊരു രാജാവ് ജനിക്കുമെന്ന്, ഇങ്ങോട്ട് നോക്കണേ, അവർക്കൊരു രാജാവ് ജനിക്കുമെന്ന് അവർക്ക് അറിയാം. പക്ഷെ അവര് ഉദ്ദേശിച്ച രാജാവിന്റെ ജനനം ഇതല്ല. ഈ രാജാവിന്റെ ജനനം നോക്കിയേ, അപ്പൻ ആരാന്ന് വാസ്തവത്തിൽ എന്ത് ചെയ്യത്തില്ല. ഇനി കൊട്ടാരത്തിലല്ലേ രാജാവ് ജനിക്കണ്ടേ? എവിടാ ജനിച്ചേ? അത് കത്തോലിക്കൻ പറയുന്ന പുൽക്കോട്ടിൽ നിന്ന് വഴിയിലാ ജനിച്ചേ. വഴിയരികെ ജനിച്ചവനെ കിടത്താൻ വേണ്ടി വഴിയമ്പലത്തിൽ ചെന്നപ്പം സ്ഥലമില്ല. അവിടുന്ന് പിന്നെ പുല്ലൊക്കെ ഇട്ട് വെള്ളമൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്തു? കിടത്തി. വഴിയിലാണ് ജനിച്ചേ. വഴിയിലാണ് എൻ്റെ കർത്താവ് ജനിച്ചേ. ഇപ്പോൾ ജനനം എവിടാ? വഴിയിലാണ്. കരം അടയ്ക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നീ ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് നിനക്കും പിന്നെ എനിക്കും കൂടെ. അപ്പോൾ കർത്താവിൻ്റെ ജനനം അങ്ങനെയാണ് അല്ലേ? ഇത് കണ്ടിട്ട് യഹൂദൻ പറയുമോ ഇതാ ഞങ്ങളുടെ രാജാവെന്ന് പറയുമോ? നിങ്ങൾ നോർത്ത് വയ്ക്കേ, ഇതാ ഞങ്ങളുടെ രാജാവെന്ന് പറയുമോ? ഇപ്പം ഞാൻ പറയാം, ഞാൻ നിങ്ങളുടെ പാസ്റ്ററാണ്, ഉദാഹരണമാണേ, തെറ്റിദ്ധരിക്കല്ലേ, അങ്ങനെയാണെന്നും ചിന്തിക്കല്ലേ, നിങ്ങളുടെ പാസ്റ്ററാ. നിങ്ങൾ രാവിലെ വണ്ടി കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഞാനൊരു പിച്ചപാത്രം പിടിച്ചുകൊണ്ട് ബസ്സിൽ കയറി നിന്ന് എല്ലാം തരണേ അമ്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, നിങ്ങൾ ആരോടെല്ലാം പറയുമോ ഞങ്ങളുടെ പാസ്റ്റർ എന്ന് പറയുമോ? പറയോ? നിങ്ങൾ കുടയൊക്കെ ഇങ്ങനെ നൂത്ത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇത് തന്നെ യഹൂദനെ സംഭവിച്ച്. യഹൂദൻ യേശുവിനെ പ്രതീക്ഷിച്ചത് രാജകൊട്ടാരത്തില, പക്ഷെ ജനിച്ചത് വഴിയില. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്ത്? യേശുവിനെ അംഗീകരിച്ചില്ല. പക്ഷേ മേഘാരൂഢനായി യേശു വന്ന് നിൽക്കുമ്പോൾ ഏത് കണ്ടു അവനെ കണ്ടപ്പോൾ, കുത്തിയവർ ഉൾപ്പെടെ കണ്ടപ്പോൾ അവര് പറയും, അയ്യോ ഞങ്ങൾ ഇവനെയാണോ ക്രൂശിച്ചത്? ഒരു നിലവിളി വരുന്നുണ്ട്. ഇന്ന് ഒത്തിരി യഹൂദന്മാരെ യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ട് കേട്ടോ, യഹൂദന്മാരെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് പകൽ ആത്മാവി പറയും, ഇന്നും യേശു ആണെന്ന് വിശ്വസിക്കാത്ത യഹൂദന്മാരുണ്ട്. അവർ വിശ്വസിക്കുന്ന ഒരു സമയം. വെളിപ്പാട് 1:7 ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ, ഒന്നുകൂടെ വായിച്ചേ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അവൻ എവിടെ വരുന്നു? മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി എന്ത് ചെയ്യും? എന്താ വിലപിക്കുമ്പോ പറയുന്നേ? നെഞ്ചത്തടിച്ചും തലയ്ക്കടിച്ചും പറയും, അയ്യോ ഞങ്ങൾ അരുമനാഥനെ ക്രൂശിച്ചു കൊന്നല്ലോ, ഞങ്ങൾ അവനെ തുപ്പിയല്ലോ, ഞങ്ങൾ അവനെ കിരീടം വെച്ചല്ലോ, ഞങ്ങൾ അവനെ അടിച്ചല്ലോ, ഞങ്ങൾ അവനെ തല്ലിയല്ലോ. ഏത് ഗോത്രവും വിലപിക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രതീക്ഷയോടെ പറയാ, ജാതികളായ ഞാനും നീയും ആ സെക്കൻഡിൽ പറന്നുയരോ. കാട്ടൊലിവായ നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലിവയോട് ചേർത്ത് വെച്ച ദൈവത്തിന്റെ സ്നേഹം ഇന്ന് മകൾ വിശ്വസിക്കുന്നതിന് സ്വന്തം ചെയ്യുക. ഒരിക്കൽ കാട്ടൊലിവായി നിന്ന എന്നെയും നിന്നെയും നാട്ടൊലിവായി ചേർത്ത് വെച്ച ദൈവത്തിന്റെ സ്നേഹം
സ്വന്തമായവരിലേക്ക് യേശു വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. പക്ഷെ കൃപയാൽ പുറംപറമ്പിൽ കിടന്ന ഞാനും നീയും, ജാതികളായ ഞാനും നീയും. ഓ ജീസസ്, നിങ്ങൾ ആ സീൻ ഒന്ന് കണ്ടേ. നിങ്ങൾ ആത്മാവിലത് കണ്ടേ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, സ്റ്റോപ്പ് ചെയ്യാൻ പോവാ. നിങ്ങൾ ആത്മാവിലത് കണ്ടേ? ഇത് കണ്ടിട്ടേ പോകാവൂ. യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ എന്നെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അവനെ ക്രൂശിച്ചു. ഇപ്പൊ കർത്താവ് വരിക. വാസ്തവത്തിൽ ആരാ പറക്കണ്ടേ? യഹൂദന്മാരല്ലേ? സ്വന്തക്കാരല്ലേ? ശിവന്മാരാരും പോയോ? ഇവരെല്ലാം കിടന്ന് അയ്യോ പത്തോ പറഞ്ഞ് നെഞ്ചത്തടിക്കുമ്പോ ദാ ഒരു കൂട്ടം ആളുകൾ പറക്കുന്നു. ഓ, എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു കൂട്ടം ആളുകൾ പറക്കുന്നു. ഇന്ന് പകൽ ആ ഗണത്തിൽ നീ ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആ ഗണത്തിൽ നീ ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. വസ്ത്രം സൂക്ഷിക്കുക, ജാഗരിച്ചു കൊള്ളുക. എന്റെ കർത്താവ് വരാൻ സമയമായി, കാഹളം കേൾക്കാൻ സമയമായി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് ഇന്ന് പകൽ സ്വന്തമായവരെ ചേർക്കുവാൻ എന്റെ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. തന്റെ ജന ലജ്ജ കാണുമാറ് നഗ്നനായി നടപ്പാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചു, ജാഗരിച്ചു കൊള്ളുവാൻ. ഏദൻ തോട്ടത്തിൽ ലജ്ജ കാണാതെ ഇരിക്കാൻ ഉടുപ്പ് ദൈവം കൊടുത്തു. ആ ഉടുപ്പ് ഏതാ? തേജസ്. പാപം ചെയ്തപ്പോൾ മഞ്ഞ് ഉരുകുന്നത് പോലെ ആ തേജസ് എന്ത് ചെയ്തു? ഉരുകിപ്പോയി. ഇപ്പൊ അവർക്ക് എന്താ മനസ്സിലായി? അവരാരാണ്? സ്വതന്ത്രം. ആ നഗ്നരാണെന്ന് കണ്ടപ്പോഴാണ് അവർ അത്തിയില കൂട്ടി. ആദ്യത്തെ തയ്യക്കാരി ഔവയായിരുന്നു. പിന്നെ ഇവിടുത്തെ ശോശാമ്മയും ചിന്നമ്മയും പിന്നെ ബിന്ദുവും ആലീസും ഒക്കെ വന്നേ. ആദ്യം തയ്യക്കട നടത്തിയത് ഏതല്ല, തുണി ഉടുക്കാനായിട്ട്. പക്ഷെ വെയിലാറിയ സമയത്ത്, വെയിൽ വന്ന സമയത്ത് ഇതെന്ത് ചെയ്തു? ചുരുണ്ടുപോയി. അപ്പോൾ ഒരു ആരാണെന്ന് അവർക്ക് മനസ്സിലായി, നഗ്നരാണെന്ന് മനസ്സിലായി. അന്നേരം അതേണ്ട കാലൊച്ച കേൾക്കുന്നു. ഒരു കാലൊച്ച കേൾക്കാൻ പോവാ. സ്വതന്ത്ര കാലൊച്ച കേട്ടപ്പോൾ ഓടി മരത്തിന്റെ പുറകിൽ പോയി ഇങ്ങനെ പമ്മി ഇരുന്നിട്ട് ഞങ്ങളെ കാണല്ലേന്നും പറഞ്ഞിരിക്കുമ്പോൾ ആദമേ നീ എവിടെ എന്നൊരു ഇമ്പമാർന്ന ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിന്റെ മുമ്പിൽ അവർക്ക് ഒളിക്കാൻ പറ്റിയില്ല. അവിടെ ഒരാട്ടിൻകുട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് അതിനെ അറുത്ത് അതിന്റെ തോലെടുത്ത് അവരെ മൂട്ടിപ്പിച്ചു. ക്രിസ്തു ഇറങ്ങി വന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്വതന്ത്ര നമ്മൾ ഈ BBSലൊക്കെ പഠിച്ച ഒരു കഥ ഓർമ്മയുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു നിർത്താം. BBSലൊക്കെ പഠിച്ചതാണേ. ഒരു കഥയാ. ഒരു ഇടയന് കുറെ ആടുകളുണ്ടായിരുന്നു. ഈ ആടുകൾക്ക് ഇടയിൽ ഒരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ പേര് മണിക്കുട്ടി എന്നാ. കേട്ടുണ്ടോ? മണിക്കുട്ടി. ഈ മണിക്കുട്ടി എന്ന് പറയുന്ന ആട് ഇടയൻ വിളിച്ച എത്ര ദൂരെ നിന്നാലും ഓടി വരും. എത്ര ദൂരെ നിന്നാലും ഈ മണിക്കുട്ടി എന്ത് ചെയ്യും? ഓടി വരും. പക്ഷെ വേറെ ആടൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഇടയനെ ആ മണിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത് മടി വയ്ക്കും, താലോലിക്കും, ഉമ്മ കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇടയൻ ഒരു ഓവർബ്രിഡ്ജ് വഴി അല്ലെങ്കിൽ ട്രെയിൻ പാളത്തിൻ്റെ അതിലിങ്ങനെ പോവുക. ഈ ക്രോസ് ചെയ്ത ആടുകളെ കൊണ്ട് പോവുക. ക്രോസ് ചെയ്ത ആടുകളെ കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക്, കേട്ടവർക്ക് അറിയാം, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം, എങ്കിലും ദൂതായിട്ട് കിടക്കട്ടെ. പോകുന്ന വഴിക്ക് ഒരു കാര്യം കണ്ടു. പാളം തെറ്റി എന്ത് ചെയ്യുക? കിടക്കുക. അപ്പോൾ ഈ ഇടയന് മനസ്സിലായി, ഈ പാളം തെറ്റിയാൽ ഇപ്പോൾ ചൂളം വിളിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ ഇതിലെ വന്നാൽ
അതിനകത്ത് യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് പാസഞ്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം ചത്തു. അപ്പൊ ഇടയൻ ചിന്തിച്ചപ്പോൾ ഒരു വഴിയില്ല വരുന്ന ട്രെയിനെ പിടിച്ചു നിർത്താൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വന്നു, ചുമന്ന കൊടി കാണിച്ചാൽ ട്രെയിൻ എന്ത് ചെയ്യും? നിൽക്കും. ചുമന്ന കൊടി കാണിച്ചാൽ ട്രെയിൻ നിൽക്കും. ആ ഇടയൻ വേഗത്തിൽ അത്ര ആടുകൾ നിൽക്കുമ്പോൾ ഇടയൻ അവിടെ നിന്ന് ഒറ്റ വിളിയ, മണിക്കുട്ടി! ഒന്നും അറിയാതെ നിഷ്കളങ്കയായ മണിക്കുട്ടി ഓടി വന്ന് യജമാന്റെ കാലിൽ ഇങ്ങനെ ഉരമ്മി അതൊന്ന് ഒട്ടിച്ചേർന്ന് നിന്നപ്പോ അവിടെ കിടന്നൊരു കൂർത്ത കല്ലെടുത്തിട്ട് ഈ ആടിന്റെ കഴുത്ത് വെച്ച് ഒറ്റ കണ്ണീര് കാണിച്ചു. ചീറ്റി തൻ വസ്ത്രം ഊരി. ആര്? ഇടയൻ. ചീറ്റി ഒഴുകിയ ബ്ലഡിനകത്ത് അവന്റെ വസ്ത്രം ഇട്ടിട്ട് ഒന്ന് ഇളക്കി. ആടുകളെ പരിപാലിക്കുന്ന ഇടയന്റെ കയ്യിരിക്കുന്ന കോലിന്റെ അറ്റത്ത് ഈ രക്തക്കറയുള്ള തുണി ചുറ്റി ചൂളം വിളിച്ചു വരുന്ന ട്രെയിൻ എവിടുന്ന ഇടത്തോട്ടോ വലത്തോട്ടോ അങ്ങോട്ടും കൂടി ആടുകളെ മുഴുവനും ഇട്ടിട്ട് ഓടി. ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിൻ ഓടിക്കുന്ന ആമേൻ ആളത് കണ്ടു. നോക്കിയപ്പോ ആരോ ഒരുത്തൻ ചുമന്ന കളറുള്ളൊരു തുണി പൊക്കി കാണിക്കുന്നു. ആ ട്രെയിൻ ചവിട്ടി അമർത്തി അവിടെ നിർത്തി. ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, എന്താ കാര്യം? പാളം തെറ്റിക്കിടക്കുന്നു. യാത്രക്കാരത്രയും പേരിറങ്ങി ഇവനെ മുത്തകണ്ഠം പ്രശംസിച്ചു. നോക്ക്, ആയിരക്കണക്കിന് ജനത്തിന് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആടിനെ അറുത്ത് അവന്റെ രക്തം തുണിക്കകത്തു മുക്കി പൊക്കി കാണിച്ചപ്പോൾ ആയിരങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായെങ്കിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തന്റെ ഓമനകുമാരനെ നീട്ടി വിളിച്ചിട്ട് അരുകിക്കൊണ്ടുവന്ന് ക്രൂശിൽ അറുത്ത് ആ രക്തം ഉയർത്തി കാണിച്ചപ്പോ ഞാനും നീയും താബർനാക്കൾ ചർച്ചിനകത്ത് നല്ല ഉടുപ്പിട്ട്, നല്ല സാരി ഉടുത്ത്, നല്ല ചുരിദാറിട്ട് ആമേൻ നല്ല സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും ഇരിക്കാം. കാരണമായത് ആ കുഞ്ഞോട് എനിക്കും നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടതുകൊണ്ട്. വസ്ത്രം അഴിഞ്ഞുപോയി, നഗ്നരായി. പക്ഷെ ആ നഗ്നത മാറ്റാൻ ക്രിസ്തുവിനെ അപ്പൊ പഴയ നിയമത്തിലും ആരുണ്ട്? യേശു ഉണ്ട്. ഉത്തരം പറഞ്ഞേ. മത്തായിയുടെ സുവിശേഷത്തില് കന്യകയെ ജന്മമെടുത്തപ്പോൾ മാത്രമല്ല യേശു വന്നത്. ഞാൻ വാക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഉൽപ്പത്തിയിലും യേശു ഉണ്ട്, പുറപ്പാടിലും ആരുണ്ട്? ഇസ്രായേൽ ജനം പുറപ്പെടുന്നതിന് മുമ്പ് കട്ടളക്കാലുമേലും കുറുമ്പടിമേലും 2 വയസ്സിന് താഴെയുള്ള ഒരു ആട്ടിൻകുട്ടി എന്ത് ചെയ്യണം? അറുക്കണം. അവിടെ യേശു ഉണ്ട്. അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക് മരിക്കാൻ കൈകൾ കെട്ടപ്പെട്ട് കാല് കെട്ടപ്പെട്ട് ആ യാഗപീഠത്തിൽ കിടക്കുമ്പോൾ തലപൊക്കി നോക്കിയ അപ്പൻ കണ്ടത് ഒരാട്ടിൻകുട്ടി കുരുക്കപ്പെട്ട് കിടക്കുന്നു. അവിടെയും യേശുവുണ്ട്. ഇന്ന് രാവിലെ ഇതിനകത്തും യേശുവുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, അവൻ കള്ളനെ പോലെ വരും. വസ്ത്രം സൂക്ഷിക്കണം, നാക്ക് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം, ഇടപാടുകൾ സൂക്ഷിക്കണം, കൊടുത്തുവാങ്ങലുകൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ജാഗ്രതയോടിരുന്നാ മതി. പറക്കും നമ്മൾ. ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരു ദേശം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന എല്ലാവരും കണ്ണടച്ചാട്ടെ. വിശ്വസിക്കുന്ന എല്ലാവരും കണ്ണടച്ചാട്ടെ. കള്ളനെ പോലെ എൻ്റെ കർത്താവ് വരും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കള്ളനെ പോലെ എൻ്റെ കർത്താവ് വരും. യേശുവേ, എല്ലാ കണ്ണുമടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ പ്രസംഗം തീർന്നിട്ടില്ല, പക്ഷെ ഞാനിവിടെ ചവിട്ടി നിർത്തുകയാ. ഇന്ന് പകൽ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാ.
എനിക്ക് വേണ്ടി മരിച്ചൊരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാടുണ്ട്. എന്റെ കർത്താവ് ഇനി വരുന്നത് ഇനി എനിക്ക് വേണ്ടി മരിക്കാനല്ല, പകരം തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുക. ഇന്ന് പക തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുക. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമ്പോൾ നീ ഭാരപ്പെടരുത്. ഇന്ന് പകൽ ഇത് കേൾക്കുമ്പോ പറയണോ, എന്റെ അപ്പ വരാ സമയമായി, എന്റെ അപ്പ വരാ സമയമായി. ഇന്ന് പക ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ എവിടെയാണോ നീ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കൊണ്ട് പറ, എന്റെ യേശു വരാ സമയമായി. കാത്തിരിക്കാം, നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്ത് വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുമ്പോ സണ്ണി പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. ജീസസ് ഹുഡാബാരാധന ഹർത്തുനിമാനാരകൾ ഹല്ലേലൂയ.